ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ഹാർഡ് വർക്ക് കൗണ്ട്സ് എന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര്. റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുക അല്ലേ. റിജോയ്സ് എന്ന് പറഞ്ഞാൽ രസിക്കുക, സന്തോഷിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പം വായിച്ച് രസിക്കാനുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഈ ഒരു സ്റ്റോറി വായിച്ചാലോ? സ്റ്റോറിയുടെ പേരെന്താണ്? ഹാർഡ് വർക്ക് കൗണ്ട്സ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനാധ്വാനം അല്ലേ. അപ്പോൾ കഠിനാധ്വാനമാണ് പ്രധാനം. നമുക്കിപ്പം എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എക്സാം വരാൻ പോവുക. അപ്പോൾ നമ്മൾ എക്സാമിന് വെറുതെ പോയിരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുമോ? ഇല്ല അല്ലേ. നമുക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി പഠിക്കണം അല്ലേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലേ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കഠിനാധ്വാനമാണ് പ്രധാനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെയാണുള്ളത്? പിക്ചറിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഹെന്നുണ്ട് അല്ലേ. ഹെന്നെന്ന് പറഞ്ഞാൽ എന്താണ്? പിടക്കോഴി. പൂവൻകോഴിക്ക് നമ്മൾ എന്താ പറയുക? റൂസ്റ്റർ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹെന്നിനെയാണ്, പിടക്കോഴീനെയാണ് കേട്ടോ. പിന്നെ എന്താണുള്ളത്? ഒരു പിഗ് ഉണ്ട്. പിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പന്നി അല്ലേ. പിന്നെ ഒരു പശു ഉണ്ട്. പശുവിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? കൗ എന്നാണ്. പിന്നെ എന്താ ഉള്ളത്? ഒരു ഡോഗ്, നായയുണ്ട് അല്ലേ. അപ്പോൾ ഇവരാരൊക്കെയാണ്? ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വൺസ് ദർ ലീവ്ഡ് എ റെഡ് ഹെൻ. അപ്പം വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. ദർ ലീവ്ഡ് എ റെഡ് ഹെൻ. ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. അപ്പോൾ ചുമന്ന, റെഡ് അല്ലേ, ചുമന്ന ഒരു പിടക്കോഴി അവിടെ താമസിച്ചിരുന്നു. ഷീ വാസ് ഹാർഡ് വർക്കിംഗ്. അവളെന്താണ്? വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ബട്ട് ഹെർ ഫ്രണ്ട്സ്, പക്ഷേ അവളുടെ ഫ്രണ്ട്സ് അവരെങ്ങനെയായിരുന്നു? ദ കൗ, ദ ഡോഗ് ആൻഡ് ദ പിഗ് വർ വെരി ലേസി. അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൗ എന്ന് പറഞ്ഞാൽ എന്താണ്? പശു അല്ലേ. പിന്നെ ഡോഗ്, നായ. പിന്നെ എന്താണ്? പിഗ്. ഇവർ 3 പേരും എന്താണ്? വെരി ലേസി, വളരെ ലേസി ആയിരുന്നു. അതായത് എന്താണ്? മടിയന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? നമ്മളുടെ ഹെന്നിൻ്റെ തലയിൽ ഒരു ചാക്കുണ്ട് അല്ലേ. അതിനകത്ത് എന്തോ സംഭവം ഉണ്ട്. പിന്നെ ഹെൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേക്കിനെ കുറിച്ച്. കേക്കിൻ്റെ പിക്ചർ കണ്ടോ? അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണോ? കേക്ക് ഉണ്ടാക്കാനുള്ളതാണോ ചാക്കിലിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. വൺ ഡേ ഷീ ഗോട്ട് സം വീറ്റ്. വൺ ഡേ, ഒരു ദിവസം, ഷീ ഗോട്ട് സം വീറ്റ്. അവൾക്ക് കുറച്ച് വീറ്റ് കിട്ടി. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കിട്ടി. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക്. അവൾക്ക് എന്താണ്? ഒരു കേക്ക് ഉണ്ടാക്കണം. ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ് ബട്ട് ദേ ഡിഡ്ന്റ് ഹെൽപ്പ്. അവൾ എന്ത് ചെയ്തു? അവളുടെ ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിച്ചു, സഹായം ചോദിച്ചു ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദേ ഡിഡ്ന്റ് ഹെൽപ്പ്. പക്ഷെ അവരെ സഹായിച്ചില്ല. എന്തുകൊണ്ടാണ് ഇവർ ഹെൽപ്പ് ചെയ്യാതിരുന്നത്? ഇവർ മടിയന്മാരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് മടിയാണ്, അതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ തേർഡ് പിക്ചറിൻ്റെ താഴെ നോക്കാം. സോ ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ് ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഹെർസെൽഫ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് എന്നുള്ള വേർഡ് കണ്ടോ? ഗ്രൈൻഡിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗ്രൗണ്ട് എന്നുള്ളത്. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ പൊടിക്കുക, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പൊടിച്ചു. അപ്പോൾ ഹെൻ എന്താ ചെയ്തത്? സോ അതുകൊണ്ട്, അതായത് ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ഒന്നും സഹായിക്കാത്തത് കൊണ്ട് ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ്. ഹെൻ എന്ത് ചെയ്തു? ആ ഒരു ധാന്യം പൊടിച്ചു, അല്ലെങ്കിൽ എന്താണ്? ഗോതമ്പ് പൊടിച്ചു. ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഹെർസെൽഫ്. എന്താ? അവൾ തനിയെ തന്നെ ആ ഒരു ഗോതമ്പ് അല്ലെങ്കിൽ എന്താണ്? ധാന്യം പൊടിയാക്കി എടുത്തു. അതിന് വേണ്ടി കേക്ക് ഉണ്ടാക്കാനുള്ള മാവിൻ്റെ രൂപത്തിലാക്കി എടുത്തു, പൊടിയാക്കിയിട്ട് കേട്ടോ. മീൻ വൈൽ ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഹെന്നിൻ്റെ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നത്? അവരിരുന്ന് കളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മീൻ വൈൽ വെച്ചാൽ അതിനിടയ്ക്ക്, അതായത് നമ്മളുടെ ഹെന്ന് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നത്? ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ, അതായത് ലാപ്ടോപ്പ്, ടാബ്, അതേപോലെ ഫോണ് ഒക്കെയാണ് ഗാഡ്ജറ്റ്സ്, ഉപകരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അവർ ലാപ്പ് വെച്ച് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഹെന്ന് കഷ്ടപ്പെട്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നത്? ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. ഉപകരണങ്ങളൊക്കെ, ഈ ലാപ്പൊക്കെ വെച്ചിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പേജ് നോക്കാം. ഈ ഒരു പേജിൽ ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് കാണാം കേക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ. ഷീ ബേക്ക്ഡ് ദ കേക്ക് ഓൾ ബൈ ഹെർസെൽഫ്.
അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ എല്ലാ എഫേർട്ടും കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ആരാണ്? ഹെന്നാണ് അല്ലേ. അവളുടെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തോ? ഇല്ല. അപ്പോൾ എന്താണ്? ഷീ ബേക്ക്ഡ് ദ കേക്ക് ഓൾ ബൈ ഹേർസെൽഫ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് അവൾ ഒറ്റയ്ക്കാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തത് ഹെന്ന തനിച്ചാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള പരിപാടിയാണോ? അല്ല അല്ലേ. ഇപ്പം എന്താണ് ഗോതമ്പ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ധാന്യം അത് പൊടിച്ചെടുക്കണം, അതേപോലെ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. ബാറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു മാവുണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് എല്ലാ ചേരുവകളും ചേർത്ത് ഉണ്ടാക്കിയെടുക്കണ്ടേ. പിന്നെ അതെന്താണ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെക്കണം, കറക്റ്റായിട്ട് ബേക്ക് ചെയ്യണം. അതൊക്കെ കറക്റ്റ് ആയാലേ കേക്ക് നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് പുറകിൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് ആരാണ്? ഹെന്ന മാത്രമാണ്. അവളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് നോക്കി കേട്ടോ. ഇപ്പം വെൻ ദ കേക്ക് വാസ് റെഡി ഹർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്. അപ്പോൾ ഈ കേക്ക് റെഡിയായ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് ഓടി വന്നു ഇത് കഴിക്കാനായിട്ട്. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലേ. അപ്പം ഈ കേക്ക് റെഡിയായ സമയത്ത് അവരെല്ലാവരും കഴിക്കാം, ശാപ്പിടാം എന്ന് വിചാരിച്ചിട്ട് അവർ വന്നു. ഹൂ ഡിഡ് ഓൾ ദ വർക്ക്? ആരാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ജോലികളും ചെയ്തത് എന്ന് ഹെന്ന ചോദിക്കുകയാണ്. ദ ഹെൻ ആസ്ഡ്. യു ഓൾ സെറ്റ്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു നീയാണ് ചെയ്തത് എന്ന്. ഈഫ് സോ, അങ്ങനെയാണെങ്കിൽ ഹൂ ഡിസേർവ്സ് ദ കേക്ക്? ആർക്കാണ് ഈ ഒരു കേക്ക് കഴിക്കാനുള്ള അർഹതയുള്ളത് എന്നാണ് ചോദ്യം. ഡിസേർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അർഹതയാണ് കേട്ടോ. ഡിസേർവ് മീൻസ്. അപ്പോൾ ആർക്കാണ് ഈ ഒരു കേക്ക് കഴിക്കാനുള്ള അർഹതയുള്ളത് എന്ന് എന്നെ ചോദിക്കുകയാണ്. ദ ഹെൻ ആസ്ഡ്. എന്നെ ചോദിച്ചു. ഹർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്ക്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവരുടെ തെറ്റ് മനസ്സിലാക്കി. അണ്ടർസ്റ്റുഡ് മീൻസ് അവർ തിരിച്ചറിഞ്ഞു, അവർ മനസ്സിലാക്കി അവരുടെ തെറ്റ്. ദ ഫെൽറ്റ് അഷെയിംഡ്. അതായത് അവർക്ക് നാണക്കേട് തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവൾ ഹെൽപ്പ് ചോദിച്ചു ഹെന്ന അല്ലേ. പക്ഷെ ഇവരെന്താണ് 3 പേരും ഒന്നും ചെയ്യാതെ അവരവിടെ കളിച്ചിരുന്നു അല്ലേ. അപ്പം ഹാർഡ് വർക്ക് ചെയ്തത് ആരാണ്? ഹെന്ന മാത്രമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹെന്ന കഴിക്കാനുള്ള അർഹതയും ആർക്ക് മാത്രമാണ്? ഹെന്നിന് മാത്രമാണ് അല്ലേ. അപ്പം ഇവർ ലേസി ആയിട്ട് ഇരുന്നത് കൊണ്ടല്ലേ. അല്ല ഇവരും ഹെന്നൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ ഇവർക്കും അർഹത ഉണ്ടാവില്ലേ ഒരു കേക്ക് കഴിക്കാൻ? എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പം അവർ ചെയ്ത തെറ്റ് ആലോചിച്ചിട്ട് അവർക്ക് നാണക്കേട് തോന്നി. ഡോണ്ട് വറി, ദിസ് ടൈം ഐ ഷാൽ ഷെയർ ദ കേക്ക് വിത്ത് യു. അപ്പോൾ സാരമില്ല, ഇപ്രാവശ്യത്തെ പോട്ടെ. ദിസ് ടൈം അതായത് ഈ പ്രാവശ്യം ഐ ഷാൽ ഷെയർ ദ കേക്ക് വിത്ത് യു. ഞാൻ ഈ കേക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കേക്ക് തരാം. ഓക്കെ, ബട്ട് ഡോണ്ട് ബി ലേസി എനിമോർ. പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ ലേസി ആയിട്ട് മടി പിടിച്ച് ഇരിക്കാൻ പാടില്ല എന്നൊരു താക്കീത് പോലെ നമ്മളുടെ ഹെന്ന അവളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ്. കാരണം ലേസി ആയിട്ടിരുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നമ്മളുടെ സക്സസ് എന്ത് കാര്യത്തിലായാലും നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലൊരു സക്സസ് കാണാനോ റിസൾട്ട് കാണാനോ പറ്റില്ല. ഉണ്ടോ? അപ്പോൾ നമ്മളതിന് ഹാർഡ് വർക്ക് തന്നെ വേണം. ഇവിടെ ഇപ്പോൾ ഒരു കേക്ക്, ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്, ഒരു കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ്. പക്ഷേ അതിപ്പോൾ ഹെന്നടക്കം അവളുടെ ഫ്രണ്ട്സും ഹെന്നും ആരും ഒന്നും ചെയ്യാതിരുന്നിട്ടെങ്കിൽ അവർക്ക് കേക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഹെന്നിൻ്റെ മാത്രം ഹാർഡ് വർക്ക് കൊണ്ടാണ് ആ ഒരു കേക്ക് അവിടെ ഉണ്ടായതല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമായിരുന്നെങ്കിലോ ഹെന്ന അത്രയും അധ്വാനിക്കേണ്ടി വരുമായിരുന്നോ? ഒരുമിച്ച് ചെയ്യുമ്പോൾ അത്രയും എഫേർട്ട് ഇടേണ്ടി ആവശ്യം വരുമായിരുന്നോ? ഇല്ല. എല്ലാവരും കൂടെ ചെയ്യുമ്പം എല്ലാവർക്കും ആ ഒരു വർക്ക് ഷെയർ ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാവർക്കും അത് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സ്റ്റോറി തരുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിലാണ് കാര്യം. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ see you with another video. Thanks for watching.